ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്ത് റെഫർ ചെയ്തു. എൻ്റെ 3-4 ഫ്രണ്ട്സിന് ആ ജോലി സെയിം കിട്ടി. അവർ ഇതുപോലെ വന്നിട്ട് ജോലി ഇല്ലാണ്ടിരിക്കുന്ന ടൈമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ 0 അവർ കോൺട്രാക്റ്റ് ആയിരുന്നു. അതായത് പക്ഷേ ഇവർക്ക് ഈ ഫെബ്രുവരി സെക്കൻഡ് വീക്കൊക്കെ ആയപ്പോഴത്തേക്കും ഇവർക്ക് അവിടെ ഡയറക്റ്റ് സ്റ്റാഫായിട്ട് ജോലി കിട്ടി. ഈ എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സിനൊക്കെ ഞാനത് കൊടുക്കാത്തത് കൊണ്ട് എനിക്ക് അവിടെയും കിട്ടിയില്ല, എവിടെയും കിട്ടിയില്ല. അപ്പം ലാസ്റ്റ് ഈ അയ്യോ കൊടുക്കല്ലേ എന്ന് പറഞ്ഞ ആൾക്കാരെ എനിക്ക് വേറെ ജോലി കൊണ്ട് തന്നുമില്ല. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. ഞാൻ ഡിസംബർ ക്രിസ്മസിൻ്റെ അന്നാണ് ഞാൻ ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടുന്നത് ജൂലൈയിലാണ്. അതൊക്കെ എനിക്ക് ഒന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ ഇതുപോലെയൊക്കെയാണ് ആൾക്കാരോട് കോൺടാക്ട് ചെയ്തത്. ഇങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എപ്പോഴും. ഹായ് ഫ്രണ്ട്സ്, അഭിസുഖയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഈ റീസെൻ്റ്ലി 15 വർഷമായിട്ട് യു കെയിലുള്ളവർ, 20 വർഷമായിട്ട് യു കെയിലുള്ളവർ, അങ്ങനെ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നോട് സ്റ്റുഡൻസ് ഒരു എന്താ പറയുക, ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാകും, ബ്രോ യു കെയിൽ വന്നിട്ട് 2 വർഷമായവർ, 3 വർഷമായവർ, അവർക്കിടെ ഒരു അനുഭവം റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ യു കെയിൽ വന്നിട്ട് 2 വർഷമായിട്ടുള്ള 2 പേര് നമ്മളോടൊപ്പം ഉണ്ട്. ജസ്റ്റ് അവരെ പരിചയപ്പെട്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പേര് പറയാം. എൻ്റെ പേര് അഞ്ജു. ഞാൻ ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചത്, മാസ്റ്റേഴ്സ്. ഇപ്പോൾ 2 വർഷമായി ഇവിടെ വന്നിട്ട്. 2 വർഷം കഴിഞ്ഞു. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ നാട്ടിൽ പത്തനംതിട്ടയിലാണ്. ഞാനിവിടെ ഷെഫീൽഡ് ഹെൽത്തിലാണ് പഠിച്ചത്, ബിഗ് ഡേറ്റ അനലിറ്റിക്സ്. ഇപ്പം പ്ലാനിങ് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. എന്നെ നോക്കണ്ട, ക്യാമറയിലോട്ട്. അത് നല്ലത്, എനിക്ക് ചിരി വരുന്നുണ്ട്. ഞാനിങ്ങനെ എൻ്റെ പേര് അഞ്ജു. അഞ്ജുവിന് എങ്ങനെ ഉണ്ടായിരുന്നു യു കെ വന്നിട്ട് ശരിക്കും ഇഷ്ടപ്പെട്ട? എനിക്ക് ആദ്യം വന്നപ്പം കുറച്ച് ഒരു സ്ട്രഗ്ലിങ് പീരീഡ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2 ഇയേഴ്സ് കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഹാപ്പിയാണ് ഇപ്പോൾ യു കെയിൽ വന്നതിന്. സ്റ്റാർട്ടിങ്ങിലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് സ്ട്രഗ്ലിങ് ആയത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അത് അങ്ങനെ ആയിരിക്കും തോന്നുന്നു. കാരണം ഒരു പുതിയ സ്ഥലത്തേക്ക്, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 27-28 വർഷം ഇന്ത്യയിലാണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പം വന്നു, പുതിയ സ്ഥലം, പുതിയ ആളുകൾ, എല്ലാം നമുക്ക് പുതിയതാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ റിലേറ്റീവ്സോ എനിക്ക് സത്യം പറഞ്ഞാൽ ആരും ഇവിടെ ഇല്ല. ഫ്രണ്ട്സ് ഉണ്ട്, ഒരു 1-2 പേര്, അത് ലണ്ടനിലൊക്കെയാണ്. അപ്പം നമ്മൾ ഉള്ളത് ഷെഫീൽഡിലാണ്. എനിക്കിവിടെ ആരും പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജസ് അയക്കുന്ന ആൾക്കാർ, അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഷെഫീൽഡ് ഹാലം യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആൾക്കാർ, അവരൊക്കെ കോൺടാക്ട് ചെയ്യായിരുന്നു ഞാൻ. എങ്ങനെയാണ് അവിടുത്തെ അക്കോമഡേഷനൊക്കെ, എങ്ങനെയാണ് അവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ്സസ് എങ്ങനെയാണ്, അതൊക്കെ എനിക്ക് ഒന്നും അറിയില്ലല്ലോ. അപ്പം ഞാൻ ഇതുപോലെയൊക്കെയാണ് ആൾക്കാരോട് കോൺടാക്ട് ചെയ്തത്. ഇങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും എല്ലാവരും ട്രസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമുക്ക് ആരും അറിയില്ലല്ലോ. അത് കഴിഞ്ഞ് ഇപ്പോൾ അക്കോമഡേഷൻ്റെ കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ യൂണിവേഴ്സിറ്റി എവിടെയാണ് ഇരിക്കുന്നത്, ഇപ്പം നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജ് നോക്കിയിട്ടാണ് നമ്മളൊരു അക്കോമഡേഷൻ ബുക്ക് ചെയ്യുന്നത്. അത് ചെയ്ത് അവർ പറയുന്നത് ID മാത്രമേ നമുക്കുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിവിടെ എത്തുമ്പോഴാണ് നമുക്ക് കിട്ടിയ അക്കോമഡേഷൻ ഫാറാണ്, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അക്കോമഡേഷൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്, നമ്മൾ ഫോട്ടോയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ. അപ്പോൾ എപ്പോഴും വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അക്കോമഡേഷൻ നമ്മൾ നന്നായിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രം. നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറിയാൽ തന്നെ നമുക്ക് ഒരുപാട് അക്കോമഡേഷൻ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതുപോലെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൈറ്റിൽ പോയിട്ട് അക്കോമഡേഷൻ ബുക്ക് ചെയ്യുക. വെറുതെ നമ്മൾ വാട്സപ്പിൽ ഗ്രൂപ്പിൽ കാണുന്നവരെ ട്രസ്റ്റ് ചെയ്ത് വരിക, അവർക്ക് നമ്മൾ അറിയാണ്ട് പേയ്മെൻറ്റ് ചെയ്യുക. ഇതൊക്കെ പറ്റുന്ന പ്രശ്നങ്ങളാണ്. എനിക്കും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. എനിക്കും സെയിം അഞ്ജുവിനെ പോലെ തന്നെ ആയിരുന്നു. എനിക്കിവിടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരുമില്ല. 1-2 ഫ്രണ്ട്സേ ഉള്ളൂ, പക്ഷെ അവരൊക്കെ ലണ്ടനിലാണ്. അപ്പം ഫസ്റ്റ് ഈ ഹാലം യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ കൂടുതലും എനിക്ക് വേണ്ട കോഴ്സ് ഏതാണോ ആ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളായിരുന്നു. ഞാൻ ഏത് സ്ഥലമോ അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഷെഫീൽഡ് ഹാലത്തിൻ്റെ കോഴ്സ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ആ സ്ട്രക്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടെ കൊടുത്തു, കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ തിരക്കി തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇവിടെ ആയിരുന്നു പഠിച്ചത്. അവനാണ് കുറേ ഡീറ്റെയിൽസ് എനിക്ക് തന്നത്, കുറേ അക്കോമഡേഷൻ സെറ്റ് ചെയ്ത് തന്നതും അവനാണ്. അതുകൊണ്ട് എനിക്ക് അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളായിരുന്നു അവൻ. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും നോക്കേണ്ടി വന്നില്ല. അപ്പം സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ ആകുമ്പോൾ കുറച്ചും കൂടെ എനിക്ക് ട്രസ്റ്റഡ് ആയിരുന്നു, കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലൊക്കെ കൊടുത്തിട്ടുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് ജോബൊക്കെ സെറ്റായ, പാർട്ട് ടൈം ജോബ്? എനിക്ക് 6 മാസം ജോലിയില്ലായിരുന്നു പാർട്ട് ടൈം. ഞാൻ കുറേ
തേടി നോക്കി, പക്ഷേ എവിടെയും കിട്ടിയില്ല. ഞാൻ വന്ന ടൈമിൽ ജാനിലൊക്കെ ഫെബിൽ എൻ്റെ അക്കോമഡേഷനിലുള്ള കുറേ ഫ്രണ്ട്സിന് ഗ്രീൻ കോർ എന്ന് പറഞ്ഞൊരു വെയർ ഹൗസിൽ കിട്ടിയായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞു, അയ്യോ അവിടെ കൊടുക്കല്ലേ, അവിടെ ഗ്രീൻ കോർ ഭയങ്കര പാടാണ്, ഭയങ്കര തണുപ്പാണ്, 10 ഡിഗ്രിയിലൊക്കെ 10 hours കംപ്ലീറ്റ് നിന്ന് ജോലി ചെയ്യേണ്ടി വരും, അത് പറ്റുന്നില്ല, പിന്നെ ഫുഡിൻ്റെ സ്മെല്ലൊക്കെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഗ്രീൻ കോറിൽ നോക്കി പോലുമില്ല, കൊടുത്തു പോലുമില്ല. വേറെ അപ്ലൈ ചെയ്യാൻ, വേറെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നോക്കിപ്പോയി. പക്ഷേ ഇവർക്ക് ഈ ഫെബ്രുവരി 2nd വീക്കൊക്കെ ആയപ്പോഴത്തേക്കും ഇവർക്ക് അവിടെ ഡയറക്റ്റ് സ്റ്റാഫായിട്ട് ജോലി കിട്ടി. ഈ എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സിനൊക്കെ. ഞാനത് കൊടുക്കാത്തത് കൊണ്ട് എനിക്ക് അവിടെയും കിട്ടിയില്ല, എവിടെയും കിട്ടിയില്ല. അപ്പം ലാസ്റ്റ് ഈ അയ്യോ കൊടുക്കല്ലേ എന്ന് പറഞ്ഞ ആൾക്കാരെ എനിക്ക് വേറെ ജോലി കൊണ്ട് തന്നുമില്ല. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. ഞാൻ ഡിസംബർ ക്രിസ്മസിൻ്റെ അന്നാണ് ഞാൻ ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. എനിക്ക് ഫസ്റ്റ് ജോലി കിട്ടുന്നത് ജൂലൈയിലാണ്. അതൊരു വെയർ ഹൗസിലായിരുന്നു കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഒക്ടോബറൊക്കെ ആയി കഴിഞ്ഞപ്പം പുതിയൊരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ പിന്നെ ആ റെസ്റ്റോറൻറ്റിലേക്ക് അപ്ലൈ ചെയ്ത് അങ്ങനെ മാറി. അങ്ങനെയാണ് ജോലി കിട്ടിയത്. അപ്പോൾ എനിക്ക് ആദ്യത്തെ 6 മാസം ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. കാരണം ഇവിടുത്തെ റെൻ്റ് എന്ന് പറയുന്നത് തന്നെ എന്നെ ഫസ്റ്റ് അക്കോമഡേഷനിൽ 320 pounds ആയിരുന്നു. അപ്പം നാട്ടിൽ ഒരു 32,000 വരും. അപ്പം ആദ്യത്തെ 2-3 മാസം എനിക്ക് നാട്ടിൽ ജോലി ഉള്ളത് കൊണ്ട് കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ആദ്യത്തെ 3 മാസത്തെ റെൻ്റ് അടച്ചത്. പിന്നെ എനിക്ക് റെൻ്റ് അടയ്ക്കാൻ കൂടി ഒരു വഴിയില്ലായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ ഇവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും പിന്നെ എനിക്ക് അമ്മ പൈസ അയച്ചു തന്നായിരുന്നു ഞാൻ അത് ചെയ്തത്. ഞാൻ വരുന്നത് 2023 ജാനുവരിയിലാണ്. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 പേര് വരുന്നുണ്ടെങ്കിൽ നമുക്ക് 2 പേർക്കും ജോലി വേണം, എന്നാൽ മാത്രമേ നമുക്കിവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പം ഹസ്ബൻഡ് മാത്രം ജോലിക്ക് പോവുക, ഞാൻ പോകാണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കത് പറ്റില്ല. കാരണം ഐശ്വര്യ പറഞ്ഞ പോലെ ഇപ്പം സ്റ്റുഡൻറ്റ് അക്കോമഡേഷനിൽ അത്രയും റെൻ്റ് ഉണ്ടെങ്കിൽ അല്ലാത്ത അക്കോമഡേഷനിൽ അപ്പോൾ നമുക്ക് അതിലും കൂടുതലുണ്ടാവും. അപ്പം എനിക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നത് 550 pound ആയിരുന്നു, എനിക്കും ഹസ്ബൻഡിനും കൂടിയിട്ട്. അപ്പോൾ ആദ്യം വന്നു. ഫസ്റ്റ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യയെ പോലെ കഷ്ടപ്പെടേണ്ടി വന്നില്ല. എനിക്ക് ആദ്യത്തെ മന്ത് ഫെബ്രുവരി ആയപ്പോൾ ജോലി കിട്ടി. എനിക്ക് ഇവിടെ ഷെഫീൽഡ് യുണൈറ്റഡ് ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് ജോലി കിട്ടിയത്, അവിടെ കാറ്ററിംഗ് സ്റ്റാഫായിട്ട്. അപ്പം ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജോലിക്കും അതിൻ്റേതായ റെസ്പെക്റ്റ് ഉണ്ട്. ഇപ്പം ഏത് ജോലി ആയിക്കോട്ടെ, ഏത് ലെവലിൽ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും അതിൻ്റേതായ റെസ്പെക്റ്റ് നമുക്കിവിടെ കിട്ടും. അപ്പം ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം മെയിനായിട്ട് നമ്മളിവിടെ വരുമ്പോൾ മെയിനായിട്ട് ഇൻഡീഡിലും ഗ്ലാസ് ഡോറിലൊക്കെയാണ്. ഈ ഗ്ലാസ് ഡോർ കുറേ ആൾക്കാർക്ക് അറിയില്ല ആ ആപ്പിനെ കുറിച്ച്, പക്ഷെ അതുവഴി എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. ഇൻഡീഡ് ഗ്ലാസ് ഡോറൊക്കെ വഴി ജോലി കുറേ അപ്ലൈ ചെയ്തു. ഒരു ദിവസം 99+ ജോബിനൊക്കെ ഇരുന്ന് അപ്ലൈ ചെയ്യായിരുന്നു. അങ്ങനെ എനിക്ക് ഇവിടുന്ന് കോൾ വന്നു, ടെലിഫോണിക് ഇൻ്റർവ്യൂ ആയിരുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് നമുക്ക് ബുദ്ധിമുട്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ആക്സെൻ്റാണ്. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് നമുക്കറിയാം, നന്നായിട്ട് ഫ്ലുവൻ്റ് ആണെങ്കിൽ പോലും ഇവരുടെ ആക്സെൻറ്റ് നമുക്ക് ചിലപ്പോൾ അങ്ങോട്ട് പിടികിട്ടില്ല. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ യോർക്ക്ഷയർ ആക്സെൻറ്റ് സംസാരിക്കുന്നവരാണ് കൂടുതൽ. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ആദ്യം. പ്രത്യേകിച്ച് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ ആകുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് അവിടെ ലിപ്പ് മൂവ്മെൻ്റ് എങ്കിലും കാണാൻ പറ്റും. ടെലിഫോണിക് ഇൻ്റർവ്യൂ ആകുമ്പോൾ നമ്മളത് കുറച്ച് സ്ട്രഗിൾ ചെയ്യും. ഇപ്പോൾ കുറച്ച് റീൽസിലൊക്കെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാം, ഫണ്ണി വീഡിയോസൊക്കെ കാണാം, അതുപോലെയായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ആ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഇൻഡക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് അപ്പം ജാനുവരി 1 വന്നു. ഫെബ്രുവരി 1 വീക്ക് ഞാൻ ജോബിന് കയറി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്ത് റെഫർ ചെയ്തു. എൻ്റെ 3-4 ഫ്രണ്ട്സിന് ആ ജോലി സെയിം കിട്ടി. അവർ ഇതുപോലെ വന്നിട്ട് ജോലി ഇല്ലാണ്ടിരിക്കുന്ന ടൈമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ 0 hour കോൺട്രാക്റ്റ് ആയിരുന്നു. അതായത് നമുക്ക് ഷെഫീൽഡ് യുണൈറ്റഡ് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല അതുപോലെ. അപ്പോൾ നമ്മൾ പിന്നെന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ പഠിച്ചാൽ മാത്രം മതി, നമ്മുടെ വീട്ടുകാർ നമ്മളെ നോക്കിക്കോളും. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കാൻ വേണം, ജോലി പാരലായിട്ട് കൊണ്ടുപോകാൻ വേണം, പാർട്ട് ടൈം. അപ്പോൾ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നു നമുക്ക്. ജോലി കിട്ടിയ ശേഷവും സ്ട്രഗ്ലിംഗ് ആണ്. കാരണം ഞാൻ പഠിച്ചത് മാസ്റ്റേഴ്സ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു, എക്സാംസ് ഉണ്ടായിരുന്നു, അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമ്മളതിന് ഇവിടെ വന്നിട്ട് നമ്മളതിന് ഏബിളായി എന്നുള്ളതാണ്, നമ്മുടെ എബിലിറ്റി കൂടി അതിനുള്ള. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്കറിയാം UK അത്യാവശ്യം സ്കാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് UK വന്നിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് ഫ്രോഡായിട്ടോ നിങ്ങളുടെ ഏതെങ്കിലും ഇപ്പോൾ അക്കോമഡേഷൻ്റെ പറഞ്ഞാൽ ഞാൻ മറ്റേ വേറെ സംഭവം കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഈ പൈസ കൊടുത്തില്ലേ, മറ്റേ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് പൈസ കുറച്ചിട്ട് കൊടുക്കുന്നത്. അതായത് നാട്ടിൽ പൈസ കൊടുത്തിട്ട്
അവർ ഇവിടെ നമ്മൾ കുറച്ച് കൊടുത്തു അവർ ആർക്കും മനസ്സിലാവുന്നില്ല ആർക്കാ കൊടുത്ത നീ അവള് കറക്റ്റ് എനിക്ക് മനസ്സിലായി. നീ ക്യാമറയിലോട്ട് നോക്കി പറ, എന്നെ നോക്കല്ല. അതായത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെമ്മിലെ ഫീ നമ്മൾ നാട്ടിൽ നിന്ന് അടച്ചിട്ടാണ് വരുന്നത്. സെക്കൻഡ് സെമ്മിലെ ഫീ നമ്മൾ ഇവിടെ വന്നിട്ടായിരിക്കും അടയ്ക്കുന്നത് ഒരു സെമസ്റ്റർ കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പം ആ ഫീസ് അടയ്ക്കാറായപ്പോഴത്തേക്ക് കുറച്ച് പേർക്ക് ഇതേപോലെ അവർ നാട്ടിൽ, അതായത് ഒരാളെ കോണ്ടാക്ട് ചെയ്തിട്ട് നാട്ടിൽ അവർ പൈസ അയച്ചു. നമ്മുടെ നാട്ടിലെ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് പൈസ കൊടുത്തിട്ട് അവരാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പൈസ അയച്ചത്. അപ്പം എന്തോ ഒരു 10,000 പൗണ്ട് എന്നോ കുറഞ്ഞ് കിട്ടുന്ന അങ്ങനെ എന്തോ സ്കീമാണ്. ഇവിടെ നാട്ടിൽ നിന്ന് ആ ആൾക്കാർ GBP ആയിട്ട് ഇവിടെ പൈസ കൊടുക്കും, യൂണിവേഴ്സിറ്റിയിലേക്ക് അവർ ഡയറക്റ്റ് അടയ്ക്കും. അങ്ങനെയാണ് സംഭവം. അപ്പം ഇവർക്കൊരു ഈ സ്റ്റുഡൻസിനൊരു 10,000 പൗണ്ട് അടുത്ത് എന്തോ ലാഭം കിട്ടും. അങ്ങനെ അത് കേട്ടിട്ട് ആൾക്കാരോ അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ എന്നോർത്തിട്ട് ചാടിക്കാർ അതിൽ വീഴും. അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ നിന്ന് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ പൈസ അയച്ച ആൾക്കാർ ഇത്ര ദിവസത്തിനുള്ളിൽ ഈ പൈസ അവർ തിരിച്ചെടുക്കും. അതായത് എന്തോ സ്കാം ത്രൂ ആണ്, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് ത്രൂ അല്ല പൈസ അയച്ചത്, അങ്ങനെ ഓരോ റീസൺസ് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയുടെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നാട്ടിൽ നിന്ന് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിയുമ്പം ആ പൈസ നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഇവർ ചെയ്ത് ഈ പൈസ ഇവർ റിട്ടേൺ എടുക്കും. അപ്പം എടുത്തു കഴിയുമ്പോൾ ഈ കുട്ടികളുടെ ഇവരടയ്ക്കേണ്ട അത്ര പൈസ ഫുള്ള് പോവാണ്. എന്നിട്ട് ഇവരുടെ ഒരു അറിവുമില്ല. അപ്പം ഇവര് ഈ ടൈം പീരീഡിൽ നാട്ടിൽ അവരുടെ പേരൻസ് ട്രാൻസ്ഫർ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ പൈസ കിട്ടി കഴിഞ്ഞിട്ട് മാത്രമേ ഇവരിവിടെ ഫീസ് അടയ്ക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതായത് ഇവര് ഫീസ് അടച്ച് ഫീസിന്റെ റെസിപ്റ്റ് നാട്ടിലോട്ട് അയക്കും, ഇവർ കാശ് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഇതൊരു ഫോൾസ് ട്രാൻസാക്ഷൻ ആണെന്ന് പറഞ്ഞ് ഇവര് തിരിച്ചെടുക്കും. അപ്പം അത്ര പൈസ ലാഭം കിട്ടുമല്ലോ എന്ന് ഓർത്ത ആൾക്കാർ, ഇപ്പം നമ്മളുടെ കയ്യിൽ പൈസ ഇല്ലല്ലോ, അപ്പം നമ്മൾ അത്ര സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന സമയം അതുകൊണ്ട് ഇത്രയും കുറഞ്ഞു കിട്ടുമല്ലോ എന്നൊരു സന്തോഷത്തിലായിരിക്കും അവരത് കൊടുക്കുന്നത്. പക്ഷെ അതൊരു ട്രാപ്പാണ്. അപ്പം ഇവര് നാട്ടിൽ പോയി ഈ ആളെ തിരക്കി പോയി കഴിഞ്ഞപ്പം ഈ ആൾ കൊടുത്ത നമ്പർ എന്ന് പറയുന്നത് UK നമ്പറാണ്. അപ്പം അവർക്ക് നാട്ടിലെ പോലീസിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു UK നമ്പർ വെച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ആൾ ആരാണോ എന്താണെന്ന് ഒന്നും അറിയില്ല. പക്ഷെ അവിടെ എനിക്ക് മനസ്സിലായത് നമ്മളൊരു 10,000 പൗണ്ടിന്റെ ലാഭത്തിന് വേണ്ടി UK ഫീസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 6 lakhs to 8 lakh ആ അത്ര എമൗണ്ട് ആണ് ഒരു സെമസ്റ്ററിൽ വരും. അഞ്ചുയുടെ അനുഭവത്തിൽ ഇങ്ങനെ സ്കാംസ് എന്തെങ്കിലും? എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇതുപോലൊരു ഒരു സ്പാം കോൾ എനിക്ക് വന്നിട്ടുണ്ട്. അത് HMRCയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ വിളിക്കുന്നത്. അപ്പം നമുക്കിവിടെ HMRCയിൽ നിന്ന് കോൾ വരാറുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് പേടിക്കുന്നത്, എന്തിനാണോ ഇപ്പം നമ്മൾ വിളിക്കുന്നത്. അപ്പം നമുക്ക് ഐഡിയ ഇല്ല ഇതിങ്ങനെ സ്കാം ആയിരിക്കുമോ, അതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ എടുത്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ പേരിലൊരു കേസ് ഉണ്ടെന്ന് പറയും. അപ്പം നമുക്ക് ഇവിടുത്തെ റൂൾസ് ഒന്നും അറിയില്ല. ഇവിടെ വന്നു നമ്മൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതല്ലാണ്ട്. അപ്പം അവർ പറയും കേസിനെ കുറിച്ച് അറിയണമെങ്കിൽ ഒന്ന് അമർത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്പർ അമർത്താൻ പറയും അവർ. അപ്പം എൻ്റെ കേസിൽ ഭാഗ്യത്തിന് എൻ്റെ ഫ്രണ്ടിന് ഇതുപോലൊരു കോള് വന്നു. അപ്പം അവൻ ഇതുപോലെ 1 അമർത്തി. പിന്നെ അവർ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ അവന് മനസ്സിലായത് എന്തോ സ്കാം ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കട്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇങ്ങനൊരു കോള് വന്നപ്പോൾ എനിക്കിങ്ങനെ ഒരു ഐഡിയ ഉള്ളത് കൊണ്ട് ഞാൻ അത് അപ്പം തന്നെ അവോയ്ഡ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇതുപോലെ കോള് കുറേ പേർക്ക് വരുന്നുണ്ട് HMRCന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ഈ HMRCയുടെ മെയിൻ പ്ലാനിങ് എന്ന് പറയുന്നത് UK വന്നിട്ട് ഈ 3 മാസം 6 മാസം ആയവരെയാണ് മെയിൻലി അവർ ടാർഗറ്റ് ചെയ്യുന്നത്. കാര്യം 3 വർഷമായപ്പോൾ എനിക്കും വന്നിട്ടുണ്ട്. പക്ഷെ ഈ തുടക്കക്കാരെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ഫ്രണ്ട് സർക്കിൾ ആയിട്ടുണ്ടാവില്ല. ഇപ്പം അഞ്ചുയുടെ കേസിൽ 5 രക്ഷപ്പെട്ടതെന്ന് വെച്ചാൽ അഞ്ചുയുടെ ഫ്രണ്ടിന് ഓൾറെഡി കോൾ വന്നുകൊണ്ട് പറയാൻ പറ്റി. അതേസമയം നമുക്കൊരു നല്ല ഫ്രണ്ട് സർക്കിളോ ഒന്നും ഇല്ലെങ്കിൽ ഇത് ആരോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഓൾറെഡി ടെൻഷനായിരിക്കും. എൻ്റെ പേരിലൊരു കേസ്, ഞാൻ 1 അമർത്താം. ജസ്റ്റ് അവർ പറയണോ നമ്മുടെ ഫോണിൽ തന്നെ ഒരു OTP അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫണ്ട് പോകണ ഒരു സ്കീമാണ്.